ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേർക്കുള്ള ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു ചാനൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചാനൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചെയ്യേണ്ട കണ്ടൻസ് അല്ലെങ്കിൽ അതിന് റീച്ച് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റീച്ച് കിട്ടാനുള്ള ഒരു ഐറ്റം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ആ റീച്ച് കിട്ടിയതിൻ്റെ ബാക്കി ഞാൻ എന്നിട്ട് പറഞ്ഞു തരാമേ. എനിക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസും കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു പിടുത്തം വരും, ഒന്ന് സഹായിക്കുക. ഒരു ബസ്സിലോട്ട് ഇത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ നേരെ ഒരു ബസ്സിലോട്ട് കയറുക. ആ ബസ്സിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിനെ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സെൽഫി, നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സെൽഫി ആയിട്ട് വീഡിയോ എടുക്കുക. അടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങളെ ഓടുന്ന ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുക. അവരുടെ കുടുംബം നശിച്ചാലും അവർ ചത്താലും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുക, അതിനെ വൈറ്റ് വാഷ് അടിക്കുക. അപ്പം ഇത് ഇത്രയും ആണ് നമ്മളൊരു ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി മനുഷ്യത്വം, മനസാക്ഷി, മനുഷ്യപ്പറ്റ്, അതായത് മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് വളർന്ന് വന്ന ചുറ്റുപാടിൽ ജീവിക്കുന്നവരായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വീഡിയോ കണ്ട എല്ലാവരും, അരിയാഹാരം തിന്നുന്ന എല്ലാവർക്കും, അത് വായിലൂടെ ചവച്ചരച്ച് തിന്നുന്ന എല്ലാവർക്കും അറിയാം അതിനകത്ത് ആർക്കാണ് കഴപ്പ് മൂത്ത് കിടക്കുന്നതെന്ന്. പൊന്നുമോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. തട്ടമിട്ടത് കൊണ്ടോ ദേഹം മൂടി ഡ്രസ്സ് ഇട്ടുകൊണ്ടോ കാര്യമില്ല. നിന്റെ മനസ്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ കറുത്തിരിക്കുന്നത്. അല്ലാതെ നിന്റെ ശരീരമോ നിന്റെ പുട്ടിയോ നിന്റെ ഡ്രസ്സിലോ അല്ല അഴുക്കുള്ളത്, നിന്റെ മനസ്സിനാണ് അഴുക്കുള്ളത്. ആ അഴുക്ക് കൊണ്ടാണ് ഇന്ന് ഒരു ദിവസം ഒരു ജീവൻ പൊലിഞ്ഞു പോയത്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് റിയാക്ടിങ് വീഡിയോ, നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിയറിയാം, കുറേ ദിവസങ്ങളായിട്ട് റിയാക്ടിങ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ട്. കാരണം ചെയ്തിട്ട് കാര്യമില്ല, എന്ത് റിയാക്ഷൻ ചെയ്തിട്ടും കാര്യമില്ല. റീച്ചിന്, വ്യൂവിന്, ജീവിതത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നതിന് കയ്യും കണക്കില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവന്റെ വില നീ മനസ്സിലാക്കാൻ പോണത് ഇതേ സിറ്റുവേഷനിൽ നിന്റെ ഫാമിലിയിൽ ഒരുത്തൻ, അത് നിന്റെ അപ്പനോ നിന്റെ സഹോദരനോ നിന്റെ ഭർത്താവോ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നീ ആലോചിച്ച് നോക്കണം. ആ മനുഷ്യനായിട്ട് അതിനകത്ത് മാറി നിൽക്കുന്നിടത്ത് നീ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പിന്നെ നിന്റെ മറ്റേടവും പൊക്കിക്കൊണ്ട് നീ അവന്റെ കീഴലോട്ട് ചെന്ന് നിന്നിട്ട് അങ്ങോട്ട് കയറി നിന്ന് തട്ട് വാങ്ങിച്ചവളാണ്. അപ്പൊ ആർക്കടി കഴപ്പുള്ളത്? മുള്ളുമുരിക്ക കയറ്റേണ്ട സമയമായി. തള്ളേം തന്റെ അടിച്ച് വളർത്താതെ കുറെ രാധം പിടിച്ചവളുമാർ ഇങ്ങനെയും കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് റീച്ച് വാങ്ങാനായിട്ട്. ഇത് ഇത്രയും സംസ്കാരമായിട്ടെങ്കിലും ഞാൻ പറയണം. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ, കാരണം ഒരാണായാലും പെണ്ണായാലും, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവനാണ്, മനസ്സിലായോ? ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവനെക്കാട്ടി വില കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം റെസ്പെക്ട്, പേഴ്സണൽ റെസ്പെക്റ്റിന്. അതിനെ ക്ഷതം ആക്കിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പൊന്നുമോളെ, നീ ചെയ്ത ഈ കൊലക്കുറ്റം നീ തന്നെ തെളിവുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ, അതായത് സ്വയം ആത്മഹത്യ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് നീ പുറത്തുവിട്ടേക്കുന്നത്. നിനക്കുള്ള എവിഡൻസ് തന്നെയാണ് നീ പുറത്തുവിട്ടേക്കുന്നത്. നീ അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു. നീ തന്നെ ചിന്തിച്ചു നോക്കുക. നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, നീ ചെയ്തത് ശരിയാണോ എന്ന്. ഒരു ബസ്സിൽ കയറുമ്പം, തിരക്കുള്ള ഒരു ബസ്സാണ്, തീർച്ചയായിട്ടും തട്ടും മുട്ടും ദേഹത്ത് മുട്ടും ഒക്കെ ചെയ്യും. പണ്ട് കാലങ്ങളിലും ഇതിന് പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്തിരുന്നു, മനസ്സിലായ? നിന്നെ പോലെ മഹാണ വെടികളല്ല, നല്ല രീതിക്കുള്ള പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്തിരുന്നു. തൊടുന്നവന്റെ കൈക്കണ്ട അടിച്ച് ഓടിച്ചും, തൊടുന്നവനെ സെഫ്റ്റി പിൻ വെച്ച് കുത്തിയും, ചെപ്പക്കുറ്റി അടിച്ച് മൂളിച്ചും നല്ല രീതിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളുള്ള നാട് തന്നെയാണ്, മനസ്സിലായ? ഈ ഓൺലൈനിൽ എടുത്തിട്ട് പറപ്പിച്ചാലേ നീയൊക്കെ റിയാക്ടിങ് ആകത്തുള്ളൂ. ആരാ പറഞ്ഞത് നിന്നോട്? ആര് പറഞ്ഞു നിന്നോട് അങ്ങനെ ഒരു അബദ്ധം? ഒരാൾ ഓൺലൈനിലിട്ട് അത് അവര് വ്യക്തമായ ആ വിഷ്വലിൽ അത് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും അവരുടെ മുന്നിൽ, അതായത് പബ്ലിക്കില് മോശമായ രീതിയിൽ പെരുമാറിയോണ്ടാണ് എന്നുള്ളത് അതിൽ വ്യക്തമാണ്. ഇതിൽ എന്ത് കാണിച്ചെന്ന് പറഞ്ഞിട്ടാണ് നീ രണ്ടാമതൊരു ന്യായീകരിക്കുന്ന വീഡിയോ ഇട്ടേ? അല്പമെങ്കിലും ഉളുപ്പുള്ളവളാണോടി നീയൊക്കെ. നിന്നെയൊക്കെ ജനിപ്പിച്ച തന്തേം തള്ളയും തലയെ കൂടെ മുണ്ടിട്ട് അടക്കേണ്ട അവസ്ഥയാണ്, മനസ്സിലായോ?
ഒരു പെണ്ണായതിന്റെ പേരിൽ മാത്രമാണ് ഈ കൺസിഡറേഷൻ നിനക്ക് തരുന്നത്. ഇതേ നീ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞതല്ലാതെ പൊന്നു മോളെ ഒരു കാലം ചവിട്ടി മറ്റേ കാലം വലിച്ചങ്ങ് കീറിയേനെ. അത് തന്നെയാണ് നിനക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു കുടുംബത്തിന്റെ അത്താണി, ഒരു പാവം പിടിച്ച മനുഷ്യൻ, സ്വന്തം ജോലിക്കല്ലേ സ്വന്തം നിത്യവൃത്തിക്ക് വേണ്ടി ഇറങ്ങി പോണ ഒരു മനുഷ്യന്റെ ജീവിതം കൊളന്നുകൊണ്ട് അയാളുടെ ജീവൻ അടക്കമെടുത്ത് കേരളത്തിന്റെ മുന്നിൽ നീ ഇത്രയും മാതൃകാ സ്ത്രീ ആവല്ലേ മോളെ? കൊലസ്ത്രീ, അവിടെ കൊലസ്ത്രീ. അതിനകത്ത് ആ വീഡിയോക്കകത്ത് വ്യക്തമാണ്. ഓരോ മനുഷ്യനും അരി തിന്നുന്ന, ചോറ് കഴിക്കുന്ന ഒരു മനുഷ്യന് പോലും, ഒരു കുഞ്ഞിക്കിടാവിന് പോലും വ്യക്തമാണ് അവളാണ് അങ്ങോട്ട് കയറി തട്ടിയിട്ടുള്ളത്. ഇവളൊക്കെ ഉണ്ടല്ലോ, ഇവളൊക്കെ നിയമം നീതി എന്ന് പറഞ്ഞ് വിടരുത്. ഇവളൊക്കെ അന്നേരം അടിച്ച് പുറം പൊളിക്കുകയാണ് വേണ്ടുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി നിയമമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി നിയമം വേണം തന്നെ, സ്ത്രീകൾക്ക് വേണ്ടി നിയമം കടുത്തതാക്കുകയും വേണം. പക്ഷെ എന്ന് പറഞ്ഞ് അതൊരു പുരുഷന്റെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് ആയിട്ട് നീ ഒന്നും എടുക്കരുത് കേട്ടാ. അപ്പം ഇങ്ങനെ റീച്ച് കൂട്ടാൻ ഇറങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നവളുമാരുടെ അടുത്ത് പറയാനുള്ളത്, മക്കളെ ഇതിലും വലിയ പൊങ്കാലകൾ ഇനിയും വരും. മനസ്സിലായല്ലോ? ഇപ്പം പൊലിഞ്ഞു പോയ ദീപക് എന്ന് പറഞ്ഞ മനുഷ്യന് വേണ്ടിയിട്ട് അങ്ങേയറ്റം വിഷമത്തോടെ, കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. മോശം അനുഭവങ്ങൾ വന്നപ്പോൾ റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ് ഞാൻ. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ എനിക്കും ഈ പറയുന്ന പോലെ ചാനലുണ്ട്, എനിക്കും എടുത്തിടാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പറയേണ്ടവരടുത്ത് കംപ്ലൈന്റ് ചെയ്തു. നമ്മളൊരു ബസ്സിൽ പോകുമ്പം അതിൽ എന്തൊരു പ്രശ്നം നടന്നാലും, ഇപ്പൊ നമ്മുടെ ഒരു പേഴ്സ് മോഷ്ടിച്ചു, നമ്മൾ അതിനകത്തിരുന്ന് റിയാക്ടിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ അതോ കണ്ടക്ടർ എടുത്ത് പറയുമോ? ഇപ്പൊ ഒരു ഫോൺ ഉണ്ട്, ഒരു ക്യാമറ ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ചിട്ട് ആട്ടാന്നുള്ള ലൈസൻസ് ഒന്നും അല്ല ഈ പറഞ്ഞ സാധനമൊന്നും. നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോടി? അവൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയേക്കാണ്. രാവിലെ ഏതെങ്കിലും ഒരുത്തരെ നീ 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 ഇതിനുള്ള അനുഭവിക്കടി. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. മനസ്സിലായോ? നിനക്കും ഫാമിലി ഉണ്ട്, നിനക്കും തന്തയും തള്ളയും ആങ്ങളെയും ഒക്കെ ഉണ്ട്. നീ ഇതിനെ അനുഭവിച്ചിരിക്കും, 100% നീ ഇതിനെ അനുഭവിച്ചിരിക്കും. ഉളുപ്പില്ലാത്തോളെ, പെണ്ണെന്ന് പറയാൻ തന്നെ അറപ്പാവുന്നടി നിന്നെയൊക്കെ. നാണം കേട്ടോളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ വാക്കുകളോട് എന്തിനോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനോട് അനുകൂലിക്കാനാണെങ്കിലും നിങ്ങൾ ഈ കണ്ടുപോണ വഴിയിൽ തന്നെ ഒരു കമന്റ് ചെയ്യണോണ്ട് നിങ്ങളുടെ ആരുടെ ഒന്നും പോകാൻ പോകില്ല. കാരണം ഇവളുമാരെ പോലുള്ളവളുമാരൊക്കെ ചൂലും കെട്ടും വെച്ച് അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട കാലം കഴിഞ്ഞാണ്. നാണം കെട്ടവളുമാർ. അപ്പം എല്ലാവരോടും ബൈ ബൈ.